പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലേക്ക് അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ച എബ്രായ ലേഖനം 12-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. എല്ലാ ഭാഗവും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് അതിൽ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ വായിച്ച ദൈവവചന ഭാഗത്ത് അനവധി ദൈവിക സന്ദേശങ്ങളും മെസ്സേജുകളാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ നമുക്ക് അതിൽ ഒരു ചിന്ത മാത്രം ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരൂശലേം, ഹല്ലേലൂയ, അതിനെ സംരക്ഷണം ചെയ്യുന്ന ദൈവിക ദൂതന്മാർ. അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ അനേകായിരം ഹല്ലേലൂയ ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. പ്രൈസ്. അപ്പം ദൈവദൂതന്മാരുടെ പരിപാലനം എന്ന് പറയുന്നത് ദൈവജനത്തിനും ദൈവസഭയ്ക്കും അവരുടെ കുടുംബത്തിനും വലിയൊരു ആശ്വാസമാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലും പ്രതിസന്ധികൾ വരുന്ന സന്ദർഭങ്ങളിലും നിങ്ങൾ അറിയാതെ പോലും ദൈവം തന്റെ ദൂതന്മാരെ നിങ്ങളുടെ ഭവനത്തിന് അഥവാ നിങ്ങളുടെ സഭയ്ക്ക് അഥവാ നിങ്ങൾക്ക് ചുറ്റിനും അയച്ച് നിങ്ങളെ ദൂതന്മാരാൽ ശുശ്രൂഷിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൂതന്മാരുടെ സകല പരിപാലനവും ഏത് സമയത്തും ഒരു ദൈവഭക്തന്റെ ജീവിതത്തോടനുബന്ധമായി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വേദപുസ്തകം പറയുന്നത്. ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. അപ്പൊ സ്വർഗീയ യെരൂശലേം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തതുണ്ടെന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. അതെന്ത് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനെ നോക്കി യാത്ര ചെയ്യുന്നവരായിരിക്കണം. ഈ ഭൂമി നിങ്ങൾ ജീവിച്ച് ഈ ഭൂമി കൊണ്ട് നിങ്ങൾ അവസാനിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലെ സുഖലോലുപ ജീവിതങ്ങളെല്ലാം അനുഭവിച്ച് ഇവിടെ കൊണ്ട് നിങ്ങളുടെ അവസാനം എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേം ഒരുക്കിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ് നിന്നെ നയിക്കേണ്ടത്, നടത്തേണ്ടത്. ആ അനുഭവത്തിലേക്കാണ് നമ്മൾ ആത്മീയമായി വളർത്തപ്പെടുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണാൻ കഴിയുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ എന്ന് പറയുന്നത് സർവ്വ സൃഷ്ടിക്കും ആദിജാതനായ യേശുക്രിസ്തുവിന്റെ സഭയുടെ പ്രാധാന്യത്തെയും അന്നത്യത്തെയുമാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആദിജാതൻ എന്ന സ്ഥാനത്ത് അത് കാണിക്കുക. ആദിജാതൻ എന്ന സ്ഥാനത്ത് പുറപ്പാട് പുസ്തകം 4:22 ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ എന്ന് പറയുന്നത് അതവന്റെ സ്ഥാനത്തെയാണ്. അല്ലേ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിളിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ വിളിച്ച് ചേർക്കപ്പെട്ടവരാണ്. ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. കർത്താവ് നമ്മളെ ആദിജാതൻ എന്ന് വിളിച്ചാൽ, അല്ലേ, അങ്ങനെ ഒരു സംബോധന നമുക്ക് ലഭിച്ചാൽ അത് നമ്മുടെ ഒരു സ്ഥാനപ്പേരാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അത് ലോകം തരുന്നതല്ല, ദൈവത്താൽ നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇസ്രായേലിന്റെ എന്റെ പുത്രൻ അവന്റെ ആദിജാതൻ എന്നൊക്കെ പറയാൻ കാരണമായത്. പുതിയ നിയമ സഭയോടും ദൈവം അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമ ഇസ്രായേൽ, പുതിയ നിയമ സഭ ദൈവത്തിന്റെ ആദിജാതൻ അഥവാ ദൈവത്തിന്റെ പുത്രന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഉടനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ ജനത്തെ ഇസ്രായേലിനെ അഥവാ പുതിയ നിയമ ഇസ്രായേലിനെ ദൈവസഭയെ കാത്തു പരിപാലിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. കോടാനുകോടി ദൂതന്മാരുടെ സംരക്ഷണമാണ് ഓരോ ദിവസവും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ടു പോകാതെ, മനസ്സ് പതറിപ്പോകാതെ, നിന്നെ സദാസമയം കാത്തുപരിപാലിക്കുവാൻ ദൈവിക ദൂതന്മാരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 3 മർക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ യോഹന്നാന സ്നാനം ഏറ്റു കഴിഞ്ഞപ്പോൾ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നുള്ളതാണ്. 40 ദിവസം അല്ലെങ്കിൽ യേശു മരുഭൂമിയിൽ ഉപവസിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അല്ലേരിയ അവിടെ സാത്താന്റെ പരീക്ഷകൾ വന്നപ്പോഴും അങ്ങനെയുള്ള എല്ലാ ദൈവദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു പോന്നിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവിടെയും ദൈവത്തെ കാണാൻ കഴിയും. അപ്പൊ എല്ലാ മേഖലയിലും ദൈവദൂതന്മാരുടെ ഒരു സംരക്ഷണമാണ് നമ്മളെപ്പോഴും വിടുതൽ പ്രാപിക്കാൻ കാരണം. ജീവിതത്തിൽ ടൈമിങ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലേരിയ ടൈമിങ് എന്ന് പറയുന്നത് നാം ഏത് സാഹചര്യത്തിലും അപകടത്തിൽപ്പെടുന്നത്, അനർത്ഥത്തിൽപ്പെടുന്നത് ടൈമിംഗ് ആണ്. അല്ലേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആക്സിഡന്റുകൾ നമ്മൾ സംഭവിക്കാറുണ്ടല്ലോ. ആക്സിഡന്റുകൾ പലയിടത്തും ആക്സിഡന്റുകൾ നമ്മൾ പറയേണ്ട തലനാരിഴയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലേരി ചില അപകടങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ദൈവം സൂക്ഷിച്ചു എന്ന് പറയാറുണ്ട്. അല്ലേരി ദൈവം കരുതി, അത് ദൈവമാണ് നിന്നെ കരുതിയത്. തലനാരിഴയ്ക്ക് നിന്റെ ജീവൻ പോകാമായിരുന്ന സാഹചര്യം, നീ തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കാതെ നിന്നെ സംരക്ഷിച്ചത് ആ സ്ഥാനത്ത് ദൈവം തന്റെ ദൂതനെ അയച്ചിരുന്നുള്ളതാണ്. അതെ, നിന്റെ അപകടത്തിൽ നിന്ന് അപകടത്തെ തരണം ജീവൻ ദൈവം നിന്നോട് കൂടെയിരുന്നു. പ്രൈസലോ. അപ്പൊ ഈ ദൈവദൂതന്മാരുലാവുന്ന വീടായിരിക്കണം നമ്മുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ വീട് ദൈവദൂതന്മാരുലാവുന്ന വീടായിരിക്കണം. ദൈവദൂതന്മാരുലാവുന്ന വീടാണെങ്കിൽ ആ വീടിന്റെ സംരക്ഷണം മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. പ്രൈസലോ. നമുക്കറിയാം, അന്ന് ഭൂമിയിൽ അനേക ഭവനങ്ങളുണ്ട്, പക്ഷെ ദൈവദൂതന്മാരുലാവുന്ന വീടല്ല. പല വീടുകൾക്കകത്തും മദ്യപാനികളും വെറുക്കുത്തുകാരും ദുർനടപ്പുകാരും അല്ലെങ്കിൽ അസന്മാർഗ ജീവിതം നയിക്കുന്നവരും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാഷ്ട്രീയക്കാരും തീവ്രവാദികളൊക്കെ അനേക ഭവനങ്ങളിൽ ഗുലാബി നടക്കുക. അല്ലേരിയ അത് നമ്മുടെ ഭവനത്തിനകത്ത് ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ സ്വതന്ത്രം ശത്രുവിന്റെ പോരാട്ടങ്ങളോ ശത്രുവിന്റെ തന്ത്രങ്ങളോ അല്ല നടക്കേണ്ടത്. ദൈവദൂതന്മാർ ഇതിന്റെ കുടുംബത്തിനകത്ത് ഉലാവുന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിന് ഇതിന്റെ കുടുംബത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അല്ലേരിയ. അപ്പൊ നാം അതുകൊണ്ടാണ് പറയും, കർത്താവേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തെ ദൂതന്മാരാൽ സംരക്ഷണം ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച വചനം എന്ന് പറഞ്ഞത് രക്ഷയുടെ വീട്, വിശുദ്ധിയുടെ വീട്. ഹല്ലേലൂയ സ്തോത്രം. രക്തകോട്ടയ്ക്കുള്ളിൽ വീട്. ഹല്ലേലൂയ സ്തോത്രം. അവൻ വചനത്താൽ അധിഷ്ഠിതമായ വീട്. ഈ നമ്മൾ ചിന്തിച്ചത് എന്താണ്? അല്ലെങ്കിൽ ദൈവദൂതന്മാർ പരിപാലിക്കുന്ന ഭവനം. ഹല്ലേലൂയ. അങ്ങനെ 5 വിധത്തിലും നമ്മൾ ദൈവിക ദൂതന്മാരുടെ ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിരുത്തി വായിക്കണം, ഇത്രമാത്രം ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി സ്വീകരിക്കുമ്പോൾ നിങ്ങളൊരു വലിയ കുടുംബത്തിലേക്ക് വരികയാണ്. ഒരു വലിയ കുടുംബത്തിലേക്ക്. ഭൂമിയിലുള്ള കുടുംബമല്ല, കോടാനുകോടി ദൂതന്മാരാൽ നിറയപ്പെട്ട ദൂതന്മാർ ശുശ്രൂഷിക്കുന്ന വലിയൊരു കുടുംബത്തിലേക്ക് വരികയാണ്. ഏതാണ് ആ കുടുംബം? അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിന്റെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ നിങ്ങൾ വേർപെടുമ്പോൾ നിങ്ങൾ ആ വലിയ ആ വീടിന്റെ അവകാശമായി മാറുക. ഏതാ? സ്വർഗീയ യെരൂശലേമിന്റെ അവകാശമായി മാറുക. ഹല്ലേലൂയ. അപ്പം പിന്നെയോ സിയോൻ പർവ്വതത്തിന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന് അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കിലേക്ക് അത്രയും നിങ്ങൾ വന്നിരിക്കുന്നതെന്നാണ്. ഓർത്തു വയ്ക്കുക, നമ്മുടെ ആ സ്ഥാനം എത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവവചനം മാത്രമേ ഇതിനെ നിലനിർത്തത്തുള്ളൂ. ദൈവവചനം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്.
അല്ലേലിയ. ഇതിനകത്ത് ജീവനാണ് വ്യാപരിക്കുന്നത്. നിന്റെ നിർജ്ജീവമായ അവസ്ഥയ്ക്ക് മാറ്റം തന്ന, നിന്റെ ആ സാഹചര്യങ്ങൾക്ക് മാറ്റം തന്ന ജീവനുള്ള ദൈവത്തിന്റെ യെരൂശലേം ആ നഗരത്തിൽ നിന്നെ അവകാശിയാക്കി മാറ്റുവാൻ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കേണ്ടി വന്നു. ഈശ്വരോ, അങ്ങനെ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ സ്വർഗീയ യെരൂശലേമിലേക്ക് പ്രവേശനം. ഹല്ലേലൂയ. അവിടെ ഭൂമിയിലെ അധികാരികളല്ല ശുശ്രൂഷകളെ ചിന്തിക്കണം. സ്വർഗീയ യെരൂശലേമിലെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് ആരാണ്? കോടാനുകോടി വിശുദ്ധന്മാരാണ്. സാറാഫുകളും കെരൂബുകളും ദൂതന്മാരും അടങ്ങിയ കോടാനുകൂടി വിശുദ്ധന്മാരാൽ നിറയപ്പെട്ടു നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ എത്തുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്ന് പറയുന്നത് ഭൂമിയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. എന്നാൽ യേശു മരണസമയത്ത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് നിലവിളിച്ചത്. അല്ലേ? അപ്പൊ ഹാബേലിന്റെ രക്തം സ്വന്തം വല്ലുരിയ പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിച്ചപ്പോൾ, അവൻ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ, ചാട്ടവാറൻ കൊണ്ട് അടിയേറ്റപ്പോൾ, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയപ്പോൾ, അവന്റെ ശരീരത്തിന് രക്തം ധാരധാരയെ ഒഴുകിയപ്പോൾ യേശു പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചില്ല. യേശു പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാക്കിയാൽ ഇവർ ക്ഷമിക്കണമെന്ന്. അല്ലേരിയ. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ രക്തം അല്ലുയ നമുക്ക് വിടുതൽ നൽകി, നമുക്ക് നമ്മൾ ക്ഷമിക്കുകയാണ്. ഹാബേലിന്റെ രക്തം അല്ലുയ ക്ഷമിക്കുന്നില്ല. ഹാബേലിന്റെ രക്തം പാപപരിഹാരം വരുത്തുന്നില്ല. ഹാബേലിന്റെ രക്തം ക്ഷമിക്കുന്നില്ല. ഹാബേലിന്റെ രക്തം പാപപരിഹാരം നൽകുന്നില്ല. ഹാബേലിന്റെ രക്തം ശുദ്ധീകരണം നൽകുന്നില്ല. അല്ലേരിയ. എന്നാൽ യേശുവിന്റെ രക്തം സകല പാപത്തിനും പരിഹാരമാണ്. അല്ലേരിയ. അപ്പൊ സകല പാപത്തിനും പരിഹാരം വരുത്തി ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശുദ്ധന്റെ പൂർണ്ണ സംരക്ഷണം സ്വർഗീയ ദൂതന്മാരുടെ കരങ്ങളിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞ്, നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ സമയത്ത് നമ്മോട് കൂടി നമ്മെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. അല്ലേ? അപ്പൊ ഹാബേലിന്റെ രക്തം നിഷ്കളങ്ക കൊലപാതകത്തിന് ഒരു വിപൽ പ്രബോധനമായി നിലകൊള്ളുമ്പോൾ ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിൽ അനേകായിരങ്ങളുടെ ശുദ്ധീകരണത്തിനും ആരാധനയ്ക്കും വീണ്ടെടുപ്പിനും കാരണമായി തീർന്നു. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നമ്മൾ അല്ലേലിയ ദൈവത്തിലേക്ക് വരുമ്പോൾ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, നമ്മെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ കുടുംബം സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ദൈവിക ദൂതന്മാരുണ്ടാവും. അല്ലേലിയ. ഇവിടെ ദൈവം വലിയ തേജസ്സേറിയ ദൂതന്മാരെയെല്ലാം നിങ്ങൾക്ക് സേവകാത്മാക്കളായി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കാൻ കഴിയും. അല്ലെ? ദൈവം ദൈവ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തേജസ്സേറിയ ദൂതന്മാരെ നമ്മുടെ ശുശ്രൂഷകന്മാരാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കും. ഇബ്രാഹിം ലേഖനം 1-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവർ ഒക്കെയും രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ. അല്ലേലി. അത് നമ്മളെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടി, മാനസാന്തരപ്പെടാൻ വേണ്ടി, ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൈവിക ദൂതന്മാർ. അപ്പൊ നമ്മെ ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവിക ദൂതന്മാരുടെ ആ സംരക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിക്കണം. പാപത്തെ നിങ്ങൾ ഏറ്റുപറയണം. പാപജീവിതത്തെ നിങ്ങൾ വിട്ടുകളയണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യണം.
മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സമാധാനമാണ് യേശു നിനക്ക് തരാൻ പോകുന്നത്. രക്തജയം. കണ്ണുനീരൊക്കെ തുടയ്ക്കും, സങ്കടങ്ങളൊക്കെ മാറും, വേദനകളൊക്കെ മാറും, നിന്ദകളൊക്കെ മാറും, പരിഹാസങ്ങളൊക്കെ മാറിപ്പോകും. നീ ജീവിതത്തിൽ അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും വിടുതൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഞാനത് പലപ്പോഴും എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഫ്രൈസ്, നിങ്ങളും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിൽ, അപകടകരമായ ചില സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാം, എങ്ങനെ അതിൽ നിന്ന് മോചനം പ്രാപിക്കാം എന്നൊക്കെ ഓർത്ത് നമ്മൾ മനസ്സ് കലങ്ങുന്ന ചില സാഹചര്യങ്ങൾ വരും. ഹല്ലേലൂയ. പക്ഷെ ആ സ്ഥാനത്ത് ദൈവം തന്റെ മക്കളെ കൈവിട്ട് കളയത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെക്കാൾ മുന്നമേൽ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ തന്റെ ദൂതന്മാരെ അയക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യൻ, നിന്റെ പ്രശ്നങ്ങൾ നീ അറിയുന്നതിന് മുമ്പേ, നിന്റെ പ്രശ്നങ്ങൾ നീ അനുഭവിക്കുന്നതിന് മുമ്പേ അതറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ എ ടു സെഡ് നന്നായിട്ട് അറിയാവുന്ന യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിനക്ക് വരുന്ന പ്രശ്നങ്ങളെ മുന്നമേൽ അറിഞ്ഞിട്ട് ദൈവം തന്റെ ദൂതന്മാരെ നിന്നെ ശുശ്രൂഷിപ്പാനയക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ അനുഭവിച്ചിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. എന്നോടൊരാൾ പറഞ്ഞ സംഭവം കൂടാണ്, പ്രാർത്ഥനയ്ക്ക് പറഞ്ഞത്. അപ്പം വളരെ സാമ്പത്തികമായി കടം കയറി ഞെരിഞ്ഞ് ജീവിതത്തിൽ എന്ത് ചെയ്യണോ അറിയാതെ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ജപ്തി നടപടിയാണ് ബാങ്കുകാരുടെ. സമയം അടുത്തുകൊണ്ടിരിക്കുന്ന ബാങ്കുകാര് അധികാരികൾ വരാൻ സമയമായി, അവർക്ക് ഒരു പഴുതും കണ്ടില്ല. അങ്ങനെ ഏകദേശം മണിക്കൂറുകളടുത്ത് ജപ്തി നടപടിക്കായി ബാങ്കുകാർ വീട്ടുമുറ്റത്ത് വന്ന സമയത്ത് ദൈവദൂതൻ ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇറങ്ങി വന്ന് അവരുടെ കടങ്ങൾ ഏറ്റെടുത്ത് ആ കടബാധ്യത തീർത്തു കൊടുത്ത സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിന്നെ വിടുവിക്കാൻ ശക്തനാണ്. ഇന്ന് പകൽ ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയാലും നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവുണ്ട്. നിന്റെ കണ്ണുനീര് മാറ്റുവാൻ യേശുവുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കത് മറ്റാരോടും പറയാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നില്ല. നമ്മുടെ സങ്കടങ്ങൾ കേട്ടിട്ട് അതിന് പരിഹാരം തരുവാനും ആരും തയ്യാറാകണമെന്നില്ല. അങ്ങനെയൊക്കെ ചിലരൊക്കെ ചെയ്യുമെങ്കിലും എല്ലാവർക്കും അത് ചെയ്യത്തില്ല. എന്നാൽ നിന്റെ വിഷയങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ നീ യേശുവിനോട് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം ആ സമയത്ത് ദൂതന്മാരെ നിനക്ക് വേണ്ടി അയച്ച പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകും. ദൈവദൂതന്മാരെ അയക്കുന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണെന്ന് രക്തജയം. അങ്ങനെ ചില സന്ദർഭങ്ങൾ കടന്നു പോകാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തിന്റെ പദം ശുശ്രൂഷിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെപ്പോലെ അനവധി ഭാരങ്ങൾ എനിക്കുണ്ട്, നിങ്ങളെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, നിങ്ങളെപ്പോലെ ഒരുപാട് പ്രതിസന്ധികൾ എനിക്കുമുണ്ട്. ഞാനും മനുഷ്യനല്ലേ, ഞാനും മനുഷ്യനായി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുമുണ്ട്. അല്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കും അങ്ങനെ. പക്ഷെ ഞാനതിനെല്ലാം തരണം ചെയ്യുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. എല്ലാ പ്രശ്നങ്ങളും ഞാൻ തരണം ചെയ്യാൻ, എല്ലാ പ്രശ്നം തരണം ചെയ്ത് ചിരിച്ച മുഖത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. എന്റെ സങ്കടങ്ങളിൽ, എന്റെ ദുഃഖങ്ങളിൽ, എന്റെ പ്രയാസവേളയിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് എന്നെ സമയാസമയങ്ങളിൽ ശുശ്രൂഷിക്കുന്നത്, ഞാൻ പോലും അറിയാതെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഞാൻ തളരാതെ നിൽക്കുന്നതാ രക്തജയം. അത് നിങ്ങൾ അനുഭവത്തിലേക്ക് എത്തണം. ഞാൻ ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന പലതും അനുഭവത്തിലൂടെ കേട്ടോ. പലതും എനിക്ക് ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഇന്നൊക്കെ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെ പോലെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നില്ലായിരിക്കും, ഒരുപക്ഷെ കടന്നു പോകുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ പ്രതിസന്ധികളായിരിക്കാം. അങ്ങനെ ഏതുമാകട്ടെ, പക്ഷെ നമ്മളെ ശുശ്രൂഷിപ്പാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി സേവകാത്മാക്കളായി അയച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ നമ്മ പിതാവി നീ തകർന്നു പോകണ്ട. നിന്റെ കുടുംബത്തെ കാത്ത് സംരക്ഷിപ്പാൻ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അശൂർ രാജാവായ സൻഹേരീബ് ഹിസ്കിയാ രാജാവിനെതിരായി പുറപ്പെട്ടു വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37, 38 എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ 30, 27, 38, 39 ഒക്കെ ഹിസ്കിയാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്ന സന്ദർഭം 37 അധ്യായം അതിന്റെ 36 വാക്യത്തിന് വരുമ്പോൾ, എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ യസഹദോൻ അവന് പകരം രാജാവായി തീർന്നു എന്നവിടെ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചതിന്റെ കാരണം ഹല്ലേലൂയ, അശൂർ രാജാവായ സൻഹേരീബ് ഹിസ്കിയാ രാജാവിന് എതിരായി പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ദൂതൻ പുറപ്പെട്ട അശൂർ പാളയത്തിൽ വന്ന് 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടെന്ന്. ഹല്ലേലൂയ. അത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആരാധിക്കുന്ന വ്യക്തി, നീ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വീണ്ടെടുപ്പിന്റെ അനുഭവം നിനക്കുണ്ടെങ്കിൽ രക്തം ചെയ്യും. ആ സ്വർഗീയ യെരൂശലേമിന്റെ ആ അനുഭവത്തിലാണ്, അവകാശത്തിലാണ് നിൽക്കുന്നെങ്കിൽ അശൂർ ശക്തികൾ, അശൂർ സൈന്യം നിനക്ക് നേരെ എഴുന്നേറ്റാലും, ലോകശക്തികൾ ഒന്നടങ്കം നിനക്ക് നേരെ എഴുന്നേറ്റാലും ഹല്ലേലൂയ രക്തം ചെയ്യും. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും നിനക്ക് വേണ്ടി രക്തം. അപ്പൊ അശൂർ പാളയത്തിൽ ദൂതൻ ഇറങ്ങി എത്ര 185,000 പേരെ ഹല്ലേലൂയ കൊന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അവിടൊക്കെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഇതാകട്ടോ. അപ്പൊ നിനക്കിതേ ശത്രു പാളയം ഇറങ്ങിയാലും ഹല്ലേലൂയ നീ ഭാരപ്പെടണം. നമ്മൾ സംഗീതത്തിനൊക്കെ വായിക്കുന്നുണ്ട്, ഒരു സൈന്യത്തിന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഭയപ്പെടുകയില്ല. അത് ഒരു സൈന്യം നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലും ദൈവദൂതന്മാര് നിന്നെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്റെ ജീവിതം തകർന്നു പോകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഭവനത്തിന്റെ സംരക്ഷണം ദൈവിക ദൂതന്മാരുടെ കയ്യിലായിരിക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് സൈന്യാധിപനായി നിങ്ങളോട് കൂടെ നിൽക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവാണ് സൈന്യാധിപനായി നിങ്ങളോട് കൂടെ നിൽക്കുന്നത്. രക്തം ചെയ്യും. ഭൂമിയിലെ അനവധി കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മന്ത്രിമാര്, അതുപോലെ ചില എംപിമാര്, ചില പ്രസിഡന്റ് മേഖലയിൽ ജീവിക്കുന്ന ആളുകളെ, രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു? രാജ്യ സൈന്യാധിപന്മാരെ വെക്കും. അവരാണ് അവരുടെ വീടുകൾക്ക് കാവൽ, അവരെ സംരക്ഷിക്കുന്നതൊക്കെ അവരാണ്. ഹല്ലേലൂയ. കാരണം അപകടത്തിന്റെ മുന്നിൽ, അർത്ഥത്തിന്റെ കെണികളുടെ മുമ്പിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നതങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ കടന്നു പോകുന്നത്. അവർക്ക് എപ്പോഴും സംരക്ഷണം ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നത്. തെറ്റായ കാര്യങ്ങളൊന്നുമല്ല, അതങ്ങനെ തന്നെ വേണം. എന്നാൽ ഓർത്ത് നോക്കി, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് നേരെ കടന്നു വരുന്ന സകല പ്രതികൂലത്തെയും ഹല്ലേലൂയ തരണം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സർവ്വസൈനാധിപനായി നമ്മളോട് കൊടുത്തിരിക്കും. പ്രൈസ്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമ്മുടെ കർത്താവ് സർവ്വസൈനാധിപനായി നിന്നോട് കൂടെയുള്ളത് കൊണ്ട് പ്രൈസ് നീ ജീവിതത്തിൽ തളരുകയില്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഹല്ലേലൂയ. അത് 118 സംഗീതം 8 വാക്യമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാതെ പഠിക്കാൻ പറ്റും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലതെന്നാണ്. അപ്പം ഭൂമിയിൽ നമ്മൾ മനുഷ്യനെ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, സർവ്വസൈനാധിപരായി നമുക്ക് സംരക്ഷണം നൽകുന്ന യേശു ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തെ ദൈവം തന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്ത് കാത്തു പരിപാലിക്കും. അപ്പൊ സർവ്വസൈനാധിപനായിരിക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഇനി അത് അനുഭവിക്കാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, സർവ്വസൈനാധിപനായിരിക്കും ദൈവത്തിന്റെ
ആ കൃപ നീ അനുഭവിക്കാൻ തയ്യാറാകണം. രക്തം ചെയ്യണം. അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ ദേശത്തെ സർവസൈനാധിപനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് കാത്തു പരിപാലിക്കുന്നെങ്കിൽ, അല്ലേലിയ, ശത്രു നിന്റെ കുടുംബത്തിന്റെ 7 അയലത്ത് പോലും വരത്തില്ല. രക്തം ചെയ്യും. പ്രൈസ്. അതിന് നിങ്ങൾ ഈ ദൈവമക്കൾ പാർക്കുന്ന സ്ഥലം, ദൈവമക്കൾ ഭവനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ വസിക്കുന്ന ദേശത്ത് അവരുടെ കുടുംബത്തിനെതിരെ പിശാചിന് അനങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക? ആ ഭവനത്തിന്റെ കാവൽ സർവസൈനാധിപനായ ദൈവമാണ്. അല്ലെ? സർവസൈനാധിപനായ ദൈവം കോണാനുകൂടി ദൂതന്മാരുടെ അകമ്പടിയോടെ നമ്മുടെ ഭവനത്തെ കാത്തു പരിപാലിക്കുന്നു. രക്തം ചെയ്യും. നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. എൻ്റെ ഏരിയ നമുക്കറിയാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പ്രൈസ്. കണ്ണുനീരോടുകൂടി സങ്കടത്തോട് എത്ര കാലങ്ങളായി കഴിഞ്ഞു പോകുന്നത്. എവിടെയാണ് ഒരു ഉയർച്ച, എവിടെയാണ് ഒരു നന്മ, എവിടെയാണ് ഒരു ആശ്വാസം എന്ന് ഓർത്ത് ഭാരപ്പെടാറില്ലേ? അല്ലേരിയ ഭൂമിയിലെ മാനുഷികമായ കരങ്ങളെല്ലാം പുറകോട്ട് വലിക്കുമ്പോൾ, ഭൂമിയിലെ മാനുഷികമായ സ്നേഹങ്ങളെല്ലാം നിലച്ചു പോകുമ്പോൾ, നിലയ്ക്കാത്തൊരു സ്നേഹമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. അത് യേശുവിന്റെ കരമാകട്ടോ. രക്തം ചെയ്യും. അത് സകല സുഹൃത്തുക്കളും സകല ബന്ധങ്ങളും നിന്റെ ഉറ്റ ഒരു ഉടയിലും നിന്റെ ജീവിതത്തിൽ നിന്നെ വിട്ടു പോകുകയില്ല എന്ന് നീ ഓർത്ത് ഇരുന്നവരൊക്കെ നിന്നെ വിട്ട് ഒരു ദിവസം പോകും. അല്ലേ? നിന്റെ ജീവിതത്തിൽ നിന്റെ ഉറ്റ മിത്രങ്ങൾ പോലും നിന്നെ കണ്ടു മാറിപ്പോകുമ്പോൾ, നിന്നെ ഒരിക്കലും കണ്ടു മാറിപ്പോകാതെ നിന്റെ സങ്കടങ്ങളിൽ കൂടെ ഇരുന്ന് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ സർവസൈനാധിപനായിരിക്കുന്ന യേശു ഉണ്ടെന്ന് ഓർത്തണം. പ്രൈസറോ. അല്ലേരിയോ? അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം എന്നൊക്കെ പറയുന്നത് നരക തുല്യമാണ്. പ്രൈസറോ. അത് ഞാൻ പറയാൻ കാരണം എന്റെ 25 വർഷം ഞാൻ എന്റെ ചെറു പ്രായത്തിൽ തന്നെ ലോകപ്രകാരം അടിച്ചു പൊളിച്ച് ജീവിച്ചു. അല്ലേ? ഏകദേശം 36 വയസ്സ് വരെ അങ്ങനെ മുന്നോട്ട് പോയി. ഈ 36 വയസ്സ് ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക്, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കായിരുന്നു. ലോകപ്രകാരം ലോകക്കാരോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചതാ. എന്നാൽ അത് ഇരുളേറിയ അനുഭവങ്ങളായിരുന്നു. നിന്ദകളേറിയതായിരുന്നു, അപമാനങ്ങളേറിയതായിരുന്നു, പരിഹാസങ്ങളേറിയതായിരുന്നു, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. ജീവൻ തന്നെ അപകടത്തിലായിരുന്നു. അല്ലേരിയ. എന്നാൽ എന്റെ 36-ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ജീവനുള്ള ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേമിന്റെ അവകാശിയായി മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സർവ്വസൈനാധിപനായ ദൈവം എനിക്ക് സംരക്ഷകരായിട്ടുണ്ടെന്ന്. രക്തം ചെയ്യും. അങ്ങനെ സർവ്വസൈനാധിപനായ ദൈവം എനിക്ക് സംരക്ഷണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം തൊട്ട് ഇന്ന് വരെയും ഞാൻ സന്തോഷവാനാണ്. പ്രൈസറോ. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നെ സംരക്ഷിക്കാൻ യേശുണ്ട്. അതുകൊണ്ട് നിന്റെ ഭവനത്തെ സംരക്ഷിപ്പാൻ ദൈവം ദൂതന്മാരെ അയക്കുമ്പോൾ നീ അതിനൊന്നും വിധേയപ്പെട്ടു കൊടുക്കുക. പ്രൈസറോ. ഞാൻ പിടിച്ച മൊയിലിന് 2 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ് നീ മുറുകെ പിടിച്ചിരിക്കാതെ നീ ഒന്ന് അയഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറായാൽ, നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന്റെ പരാജയത്തെ ദൈവം മാറ്റിത്തരും. രക്തം ചെയ്യും. അല്ലേ? അതെന്റെ ജീവിതത്തിന്റെ പരാജയം കാണുന്നത് യേശു മാത്രമാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുക കാണുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് എന്നാണ് തിരുവെഴുത്തുകൾ വായിക്കുന്നത്. അപ്പൊ ആരാണ് നമ്മുടെ കൂടെയുള്ളത്? സൈന്യങ്ങളുടെ യഹോവയാണ് നമ്മോട് കൂടെയുള്ളത്. അല്ലേ? അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് 46-ാം സങ്കീർത്തനം അതിന് 11-ാമത്തെ വാക്യമാണ് പറയുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അല്ലേ? അപ്പൊ നമ്മുടെ കർത്താവ് സൈന്യങ്ങളുടെ യഹോവയാ. അല്ലേ? അപ്പൊ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. സർവ്വസൈനാധിപനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. അത് സഹോദര സഹോദരി, ദൈവം നിന്നോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമാണ്. അവന് ദുർഗമായി നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ യേശു നിന്നോട് കൂടെയുണ്ടെന്ന്. അല്ലേ? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന യേശുവിനെ വിളിക്കും നമ്മൾ മത്തായി സുവിശേഷത്തിലൊക്കെ വരുമ്പോൾ കാണുന്നത്. യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. അവൻ നിന്നെ കാത്തു പരിപാലിക്കും.
എന്നിട്ട് നമ്മൾ ഈ 91 സംഖ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 91 സംഖ്യത്തിനും അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കേരളത്തിലോ ഭാരതത്തിലോ വിദേശ രാജ്യത്ത് എവിടെയുമായിരിക്കട്ടെ, അല്ലേറിയ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന കഷ്ടത കാണുന്ന ദൈവമുണ്ട്. നിന്റെ സങ്കടം കാണുന്ന ദൈവമുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിന്റെ എല്ലാ വഴി നിന്നെ കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസലോ അല്ലേറിയ പ്രൈസലോ. ഞാൻ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, മണകാലിൽ കഷ്ടം സഹിക്കുന്നുണ്ട്. വിദേശത്ത് ആമി കുടുംബം പോറ്റാൻ വേണ്ടി, കുടുംബം നന്നാക്കാൻ വേണ്ടി, കുടുംബത്തിന് നല്ല ഭാവിക്ക് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആമി ഉള്ളതൊക്കെ വിറ്റ് ആമി വിദേശത്ത് കടന്നു പോയിട്ടുണ്ട്. അവർ നല്ലൊരു ശതമാനം വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സ്തോത്രം. അവിടെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ തളരാതിരിക്കുവാൻ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നിന്റെ എല്ലാ വഴിയും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസലോ. അത് നീ ലോകരാജ്യങ്ങൾ ഏത് ഭാഗത്തായിരുന്നാലും അല്ലേറിയ നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കുവാൻ വേണ്ടി നിന്നെക്കുറിച്ച് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു, അനുഭവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. മരണത്തിന്റെ മുൾമുനയിലാണോ ഇരിക്കുന്നത്? ആത്മഹത്യ മതി എന്ന് പറഞ്ഞിരിക്കുകയാണോ? അതിന്റെ കേൾക്കുന്ന പ്രിയമാതാപിത, ആത്മഹത്യന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. മരണം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും, ഓ ഇവിടെ അങ്ങ് തീർന്നാൽ മതി, അങ്ങ് മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് മുന്നിൽ വിഷം കുടിച്ചും മണ്ണെണ്ണയൊഴിച്ചും പെട്രോൾ ഒഴിച്ചും വണ്ടിക്ക് മുമ്പിൽ ചാടിയും ട്രെയിൻ മുമ്പിൽ ചാടി വെള്ളത്തിൽ ചാടിയും ആമി തൂങ്ങിയൊക്കെ മരിക്കാൻ തയ്യാറാകും. ലേരിയ. അങ്ങനെ നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് നേരെ വരുമ്പോൾ നിന്റെ ജീവനെ നീ ഒടുക്കിയതുകൊണ്ട്, നിന്റെ ജീവനെ നീ തകർത്ത് കളഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചില്ല. അല്ലേ? ആ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. അത് വീണ്ടും വലിയ സങ്കീർണതയിലേക്ക് വരിക. മാത്രമല്ല, നിന്റെ ജീവനെ നീ ഒടുക്കിക്കളയുമ്പോൾ ഈ ഭൂമിയിൽ അനുഭവിച്ചതിനേക്കാൾ മാരകമായ ക്രൂരമായ അനുഭവത്തിലേക്കാണ് നീ പോകുന്നത്. നിന്റെ ആത്മാവ് നിത്യമായി നരകത്തിലേക്കാണ് പോകുന്നത്. നിന്റെ ജീവനെ നീ സ്വയം അപകടത്തിൽ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക്. നിന്റെ ആത്മാവ് മരിക്കുന്നില്ല, അത് നരകത്തിൽ കൂട്ടും ക്രൂരത അനുഭവിക്കുക. അല്ലേറിയ. അതുകൊണ്ട് മരണം ഒരു കാര്യത്തിനും, ആത്മഹത്യ ഒരു കാര്യങ്ങൾക്കും പ്രശ്നപരിഹാരമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നാണ് നീ പോകുന്നെങ്കിൽ ഇന്ന് പകരം നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് വായിച്ചു വചനം: നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അല്ലേറിയ. മരിക്കാനിരിക്കുകയാണോ നീ? അല്ലെങ്കിൽ മൽതി എന്ന് പറഞ്ഞിരിക്കുകയാണോ? എന്നെ അങ്ങ് എടുത്തോണെന്ന് പറഞ്ഞിരിക്കുകയാണോ? ഇല്ല. അതിന്റെ നല്ല നീ തിരുത്താം. നീ തിരുത്തിയിട്ട് നീ ദൈവത്തോട് പറയണം, കർത്താവ് എനിക്ക് മാപ്പ് നൽകണം, എന്നെ ക്ഷമിക്കണം, ഞാൻ അവിവേകത്താൽ പറഞ്ഞുപോയ വാക്കുകൾ, അല്ലേലൂയ, ഞാൻ ദ്രുതഗതിയോടുകൂടി പറഞ്ഞുപോയ വാക്കുകൾ, അഹങ്കാരത്വ മനോഭാവത്താൽ പറഞ്ഞുപോയ വാക്കുകൾ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, അവൻ അല്ലേലൂയ നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാചനം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസോ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിന് അവൻ നിന്റെ കൈകളിൽ അല്ലേലൂയ വഹിച്ചുകൊള്ളും. അതെ, നിന്റെ കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. അല്ലേ സ്തോത്രം. അല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ കൈകളിൽ വഹിക്കുന്നവരാ. പ്രൈസോ. ഈ ദൈവവചനത്തിന്റെ ഭാഗങ്ങളുമായി ഈ വാക്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി മാറിയിട്ടുണ്ട്. വളരെ ഉയരത്തിൽ താഴെ വീണ പലരെയും ദൈവം അത്ഭുതകരമായി രക്ഷിച്ചിട്ടുണ്ട്. ദൈവദൂതന്മാരുടെ സംരക്ഷണം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അല്ലേരിയ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥം നിങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയിട്ടുള്ളവരാ, ഞാനും കടന്നുപോയിട്ടുള്ളവരാ. വളരെ ഉയരത്തിൽ നിന്ന് വളരെ പ്രതിസന്ധിയിൽ വീണുപോയ അനുഭവങ്ങളുണ്ട്. അല്ലേരിയ. പ്രളയങ്ങൾ വന്നപ്പോൾ, ദുരിതങ്ങൾ വന്നപ്പോൾ, ദുരന്തങ്ങൾ വന്നപ്പോൾ, മഹാവ്യാധികൾ വന്നപ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നപ്പോൾ,
ശരീരത്തെ മുഴുവൻ താമിലരി തകർത്ത് കളയുന്ന രോഗത്തിൽ നീ ആയിക്കഴിഞ്ഞപ്പോൾ മരണം മാത്രം നിന്റെ മുമ്പിൽ കണ്ട സന്ദർഭങ്ങളില്ലേ? അവിടെയൊക്കെ നിന്നെ വിടുവിച്ചതാരാ? ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിച്ചതാ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്ക് തരുന്ന സംരക്ഷണം ഓർത്താൽ നീ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് നിന്റെ ഭവനം ദൈവിക ദൂതന്മാരാൽ ഉലാവുന്ന ഭവനമായിരിക്കണം. അല്ലേ? ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലം. ചില വീട്ടിൽ ചെന്നാൽ കുടുംബത്തിലെ നാഥന്മാർ മദ്യം അടിച്ചിട്ട് കുടുംബത്തിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ചിലര് മയക്കുമരുന്നടിച്ച് ലഹരി ഒടിച്ചിട്ട് വീട്ടിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുക. പിന്നെ ലഗാനമൊന്നും ഇല്ലാത്ത വാക്കുകളെ വിളിച്ചു പറയുന്നത്. വീട്ടിനകത്ത് അപ്പനാരാ, അമ്മയാരാ, മക്കളാരാ, സഹോദരി ആരാ, ഭാര്യ ആരാ, ഭർത്താവാരാ, അയൽവാസിയാരാ, ബന്ധുക്കളാരാ, ഒന്നും തിരിച്ചറിയാതെ ലെവല് കിട്ടു കഴിയുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട് ബോധം മറഞ്ഞു കഴിയുമ്പോൾ ലഹരിക്കടിമയായവൻ സാത്താൻ നിയന്ത്രണത്തിലാവും. അവന്റെ ഭവനത്തിനകത്ത് ഉലാവി നടക്കും. അവൻ ഉലാവി നടക്കുമ്പോൾ അവന്റെ നാവിൽ നിന്ന് അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവന് പോലും ഇഷ്ടപ്പെടാത്ത അസഭ്യ വാക്കുകൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഓർത്തോണം, ആ ഭവനത്തിനകത്ത് ഉലാവുന്നത് പിശാചാണെന്ന്. എന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക ദൂതന്മാർ ഉലാവുവാൻ നീ അവസരം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടായിരിക്കും. രക്തം ചെയ്യും. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്തെ നിലവിളി മാറിപ്പോകാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ മാറിപ്പോകാത്തത്? ദുരന്തങ്ങൾക്കുമേ ദുരന്തം നിന്റെ കുടുംബത്തിനകത്ത് വന്ന് കയറുന്നതിന്റെ കാരണം സാത്താന് നീ അടിമപ്പെട്ടു പോയതുകൊണ്ടാണ്. പിശാചിന് നീ അടിമപ്പെട്ടു പോയതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ പിശാചിന് അടിമപ്പെട്ടു പോകാതെ അത്യുന്നതന്റെ മറവിൽ നീ വസിക്കണം. സർവശക്തൻ നിഴലിൽ നീ പാർക്കണം. പൈസോ അപ്പൊ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുമെന്ന്. അത് നിനക്ക് സങ്കേതമായി, കോട്ടയായി, ആശ്രയമായി യേശുവിനോട് കൂടെയുണ്ട്. 91 സങ്കീർത്തനം വായിച്ചാൽ മതി. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ നീ മടങ്ങി വാ. ഇന്ന് പകൽ മടങ്ങി വന്നാൽ നിന്റെ ഭവനത്തിന്റെ ദുരന്ത അവസ്ഥയിൽ നിന്ന് നിന്റെ കുടുംബത്തെ കരകയറ്റുവാൻ യേശുവുണ്ട്. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബം കടന്നു പോകുന്ന ദുരന്തത്തിന്റെ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ സമാധാനമില്ലാതെ എത്ര നാളായി ഒന്ന് സന്തോഷിച്ചിട്ട്, എത്ര നാളായി കുടുംബമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി കുടുംബമായിട്ട് കിടന്നുറങ്ങിയിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ, ഹല്ലേലൂയ, നീ എത്ര നാളുകൾ കണ്ണുനീർ തൂകിയാണ് നിന്റെ ഹൃദയം വേദനിക്കുന്നത്. അത് ഇന്ന് പകൽ അവസാന സമയം ദൈവം നിനക്ക് തരിക. ഈ ഒരു പകൽ അവസാന സമയം ദൈവം നിനക്ക് തരിക. ഇപ്പോഴെങ്കിലും വചനം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിന്റെ കരങ്ങളിൽ, ഹല്ലേലൂയ, നിന്റെയും നിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുമ്പോൾ ആ നിമിഷം ദൈവിക ദൂതന്മാർ സർവ്വസൈനാധിപനായിരിക്കുന്ന കർത്താവിനോട് കൂടെ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തെ കാവൽ ചെയ്യും. രക്തം ചെയ്യും. അത് സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ഇതൊക്കെ അനുഭവിച്ചതാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതം യേശുവിനെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നീ തകരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ ഉയരുവാനാണ്. ഹല്ലേലൂയ. നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ തളർച്ച കാണുവാൻ, നിന്റെ അധപ്പതനം കാണുവാൻ ആഗ്രഹിക്കുന്ന പലരും നിനക്ക് മുമ്പിലുണ്ട്. നിന്റെ അധപ്പതനം, നിന്റെ തകർച്ചയും കാണുവാൻ നിൽക്കുന്നവരുടെ നടുവിലാണ് യേശു നിന്നെ ഉയർത്തുന്നത്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇതൊക്കെ പരിശുദ്ധാത്മാവ് വല്ലോട് പറയുന്ന ദൂത് നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണ്. രക്തം ചെയ്യും. യേശു നിന്റെ കണ്ണുനീര് കുറയ്ക്കാൻ പോവുകയാണ്. യേശു നിന്റെ ഭവനത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തെ കാലാകാലങ്ങളായി താമിതലി തകർത്തുകൊണ്ട് സാത്താന്യ ശക്തികളെ ദൈവം തുടച്ചു നീക്കാൻ പോവുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് ആമേൻ പറഞ്ഞ് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് അതുപോലെ കേട്ടോ. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വലിയ ഏലിശയ്ക്കെതിരായി ഒരു രാജാവ് വലിയ സൈന്യത്തോടു കൂടെ, ആമി കുതിരകളോടുകൂടെ, രഥങ്ങളോടുകൂടെ പട്ടണം വളഞ്ഞു. ഹല്ലേലൂയ. എലിശയെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. എലിശയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാഗത്തും കടന്നു പോകാൻ കഴിയില്ല. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങളൊക്കെ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
ദൈവപുരുഷന്റെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാലിക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏലിശ പ്രാർത്ഥിച്ച്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ അരാമ്യ സൈന്യത്തിന് നേരെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അരാമ്യ സൈന്യം ഏലിശയ്ക്ക് നേരെ വലിയ സന്നാഹത്തോടു കൂടി വന്ന് മല നിറഞ്ഞിരിക്കുന്നത് പോലെ നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അത് ഏലിശയുടെ ബാലിക്കാരൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഭയമായി. അവൻ ചെന്ന് ഏലിശയോട് പറയും, യജമാനനെ, അവർ നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആ സമയത്ത് ഏലിശ പറയുന്നത്, ബാലിക്കാരനോട് പറയുന്നത്, പേടിക്കേണ്ടതേ, അവരിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മളിലുള്ളത്. ഹല്ലേലൂയ. അതാണ് നാം വായിച്ച വചനം. അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അതിനെ ഏലിശ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്ന് ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. അത് ലോക ശക്തികളെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ടമാ. ഹല്ലേലൂയ. ലോകക്കാരിൽ പിശാചിന്റെ കൂട്ടങ്ങളുണ്ട്. ലോകത്തിൽ പിശാചിന്റെ സൈന്യമുണ്ട്, പിശാചിന്റെ കൂട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ലോകക്കാരെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. അവരെക്കാളും അധികം നാം ദൈവദൂതന്മാരെ ദൈവം നിന്റെ പക്ഷത്ത് നിർത്തും. ഹല്ലേലൂയ. അപ്പം ലോകത്തിലുള്ള സാത്താന്യ ശക്തികളെ എതിർക്കുവാൻ കഴിയുന്ന വിധത്തിൽ, അവരെ തകർക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങും. അതാണ് ഇവിടെ ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ ബാലിക്കാരന്റെ കണ്ണു തുറന്നപ്പോൾ ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പൊ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മോട് കൂടെയുണ്ടെന്നുള്ളത് എത്ര യാഥാർത്ഥ്യമാണ്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിൽ തകർക്കാൻ പിശാചിന് കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകലിൽ സ്തോത്രം ദൈവസ്നേഹം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആമേ. സ്തോത്രം. ദൈവദൂതന്മാരുണ്ടാകുന്ന ഭവനമായി നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ മാറും. ഇന്ന് പകൽ ആരെങ്കിലും വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണിന്റെ തലയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്നെ വിടിവിക്കുവാൻ യേശുവുണ്ട്, നിന്റെ കണ്ണുനീരുടയ്ക്കുവാൻ യേശുവുണ്ട്. നിന്റെ എല്ലാ ദുരന്തങ്ങളും നിന്നെ കൈപിടിച്ചുയർത്തി ജീവനുള്ള ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേമിന്റെ അവകാശിയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് വലിയൊരു ചെറിയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവ് ഞങ്ങളവിടെ കർത്താവിന്റെ കരങ്ങളിൽ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിലും നിരാലും വൃത്തിരും അസന യാച ഓർഫന ചോട്ടലിൽ തടവറയിലായിരിക്കുന്ന നേരത്തിനായി മദ്യത്തിന് മയക്കുകളിൽ മനസ്സ് ലഹരിക്ക് അടിമപ്പെട്ട് സാത്താന്യ ബന്ധനങ്ങളിൽ പാപത്തിൽ ശാപത്തിൽ വീണ് കിടക്കുന്ന യുഗ കുടുംബങ്ങൾ ദുരിതങ്ങൾ കടക്കണിയാൽ സാമ്പത്തികം എരുക മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന അനവധി ആളുകളെ ഇവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലെ ജനത്തിനായി കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്ന BSCRP പടക്കമുള്ള ക്രമസമാധാന പാർട്ടി നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യ പോലീസിൽ, ജുഡീഷ്യൽ വിഭാഗങ്ങളെ, സഹകരണമേൽ, പുതുമയിൽ, ആരോഗ്യമേൽ, വിദ്യാഭ്യാസ, സാമ്പത്തികമേലായിരിക്കുന്ന ബാങ്ക് മേഖലയിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്ക്, എല്ലാ ലോകരാഷ്ട്ര തലവന്മാരെയും എല്ലാ ഭരണാധികാരിമാരെയും ഇവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ ജോലി രംഗത്തായിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, കരികളും കമ്പിനും ഫാക്ടറി, ചോരി, കടലോരവാസ, മത്സ്യബന്ധനം കടന്നു പോയിരിക്കുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി, വ്യവസായം, എല്ലാ വഴിയുടെ കച്ചവടക്കാരും, ക്ഷീരമേൽ, സാമ്പത്തിക മേഖലയായിരിക്കുന്നവർക്കായി കർത്താവിന്റെ കരങ്ങൾ, മത, സാമൂഹിക, സംസ്കാര, മാധ്യമ, മീഡിയ, ചലച്ചിത്ര നിൽക്കുന്നവർക്കായി, സൈനിക എഞ്ചിനീയറുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഭരണവിദേശ പാർട്ടികളവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശത്തും വിദേശം ജോലിക്ക് കഷ്ടം ഒമ്പരപ്പെടുന്ന ഭാരം കടക്കണിയാൽ ജപ്തി നടപടി നേരിടുന്നവർ, വിവിധ കർഷകരുടെ മരണത്തിന്റെ മുന്നിലായിരിക്കും അനേക ജീവിതങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവിതം മടുത്തു മതി എന്ന് പറഞ്ഞ് അനേക കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് പോലെ കർത്താവ്, ജനം മടങ്ങി വന്ന ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്തിൽ
സംരക്ഷണത്തിന് കീഴിലായിരിക്കാൻ ആമേ സർവ്വ സൈനാധിപനായിരിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ ജനത്തെ നീ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോകട്ടെ, ആവിചാര മാത്രമാർ ദുർശക്തികൾ പൂരികൾ മാറിപ്പോകട്ടെ. ആമേ കുടുംബത്തിനെ ആചരിക്കുന്ന സകല ദുഷ്ടശക്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച് ചേപിടിക്കുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഓരോ ഭവനത്തെയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രടിക്കുകയാണ്. ദൂതന്മാരുടെ കാവലായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ ജനമെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആമേ സൈന്യങ്ങൾ പോവാൻ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്ന വചനം പറയുന്ന പോലെ ഇന്ന് പകൽ സകല കുടുംബത്തിന്റെയും ദൈവനീതി കൊടുക്കണമേ. ജീവിതത്തിൽ വിവിധ കർഷകർ കടന്നു പോകുന്നവർക്ക് എല്ലാവരും ആശ്വാസകരമായി തീരണം. കർത്താവ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൂതന്മാർ ഉലാകുന്ന ദൂതന്മാരുടെ സംരക്ഷണം കീഴിലായിരിക്കുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.